ഇംഗ്ലണ്ട് ആൻഡ് ദ സെക്കൻഡ് വേൾഡ് വാർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോൺസിക്വൻസസ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വേൾഡ് വാർ മൂലം ഉണ്ടായിട്ടുള്ള ഓരോ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായത് എന്നാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് എഴുതേണ്ടത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെയാണ്. അതായത് ഒരു 1990 ആയിട്ട് എല്ലാ കൺട്രീസുകളും ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ കൺട്രീസുകളും ഫസ്റ്റ് വേൾഡ് വാറിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അല്ലേ. ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൺട്രീസിനും അതിൻ്റേതായ ഓരോ ലോസസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിക്കവറിങ്ങിലായിരുന്നു ഈ എല്ലാ കൺട്രീസുകളും കേട്ടോ. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ പോവർട്ടി, പിന്നെ അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലൊക്കെ ഒരു പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്തു. അതിൻ്റെയൊക്കെ പ്രോബ്ലംസുകൾ എല്ലാ കൺട്രീസുകളും ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ഡിപ്രഷന് നമുക്കറിയാം സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ആ സമയത്ത് തന്നെ 1930s ആയപ്പോൾ വാൾ സ്ട്രീറ്റ് ക്രാഷ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് തകരുക, ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റാണ് അത് തകരുക എന്ന് പറയുന്നുണ്ട്. അതാണ് വാൾ സ്ട്രീറ്റ് ക്രാഷ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി സംഭവിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അവർ ഗ്രേറ്റ് ഡിപ്രഷനിലും പോവർട്ടിയിലും ഇതിലൊക്കെ ആയിരുന്ന സമയത്ത് ഈ ഒരു വാൾ സ്ട്രീറ്റ് ക്രാഷും കൂടി ഉണ്ടായപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെ ഒന്നും കൂടി വേഴ്സൺ ചെയ്യാണ് കേട്ടോ. പിന്നെ അപ്പോൾ അതൊക്കെ ആദ്യം നിങ്ങൾ എഴുതുക. പിന്നെ അപ്പോഴാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ ഫാസിസ്റ്റ് പവേഴ്സുകൾ എമേർജ് ചെയ്തു വരുന്നത്. ആരൊക്കെയാണ് ഫാസിസ്റ്റ് പവേഴ്സ്? നമ്മുടെ നാസിസം, ഫാസിസം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അങ്ങനത്തെ ആളുകൾ. അപ്പോൾ ഇറ്റലിയിലും അതുപോലെ ജർമ്മനിയിലും ജപ്പാനിലുമാണ് കേട്ടോ ഫാസിസ്റ്റ് പവേഴ്സുകൾ എമർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഓൾറെഡി ജനങ്ങളൊക്കെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ആ ഒരു റിക്കവറിയൊക്കെ നടക്കുന്ന സമയത്താണ് ഇവരൊന്നും കൂടി ഉയർന്നു വരുന്നത്. കാരണം എന്താണ്? കഴിഞ്ഞ ഫസ്റ്റ് വേൾഡ് വാറിൽ ഇവരാണ് തോറ്റിട്ടുള്ളത്, ജർമ്മനിയാണ് തോറ്റിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ആ ഒരു ഭയങ്കര നഷ്ടത്തിലാണ് നമ്മുടെ ജർമ്മനി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് അതൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹിറ്റ്ലറൊക്കെ പ്രയത്നിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഫാസിസം, നാസിസൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് വേൾഡ് വാറും ഉണ്ടായത് ആ ഒരു കാര്യത്തിനാണ് കേട്ടോ. അപ്പോൾ നോക്കാം. ദ എൻട്രി ഓഫ് ഫാസിസ്റ്റ് പവേഴ്സ് ലൈക്ക് ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ threatened the international peace. Their aggrandizement policy more intensified the struggle for colonies. അഗ്രൻഡൈസ്മെൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വന്ന് കോളനീസിനൊക്കെ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു എന്താ പറയുക, ദയം കൂടാതെ പെട്ടെന്നുള്ള ഒരു അറ്റാക്കിലൂടെയൊക്കെ അവർ കോളനീസിനൊക്കെ പിടിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ആകെ പേടിച്ചിരിക്കുകയാണ്. ഞാൻ പോയിൻ്റ് ആക്കിയിട്ട് ടെസ്റ്റിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റുകൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് എഴുതി വെക്കുക. എങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നോട്ടില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ലല്ലോ എന്ന്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് അല്ലേ. അതായത് ഈ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കരാറാണ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മുടെ ജയിച്ച കൺട്രിക്ക്, വിക്ടറി ആയ സൈഡിലുള്ള കൺട്രിയാണ് ഇംഗ്ലണ്ടിന് ഒരുപാട് ബെനിഫിറ്റ്സുകൾ കിട്ടിയിട്ടുണ്ട്. അതേസമയം തോറ്റ കൺട്രി ആരാണ്? ജർമ്മനിയാണ്. അപ്പോൾ ജർമ്മനിക്ക് ഒരുപാട് ലോസസുകൾ വന്നിട്ടുണ്ട്. ജർമ്മനിനെ ആ ഒരു എന്താ പറയുക ആക്റ്റിലൂടെ, ട്രീറ്റി ഓഫ് വേഴ്സൈൽസിലൂടെ ഭയങ്കര ഹ്യൂമിലിയേറ്റ് ആക്കി വിട്ടിട്ടുണ്ട്. ഭയങ്കര ക്രൂവലി ആക്കിയിട്ടാണ് അവർ ജർമ്മനിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ജർമ്മനീൻ്റെ ആ ഒരു കോളനീസിനൊക്കെ ഇവരുടെ ജയിച്ച കൺട്രീസുകളുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ജർമ്മനിയുടെ കോളനീസുകളും ടെറിട്ടറീസുകളൊക്കെ ജയിച്ച കൺട്രീസുകൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളും ഒന്ന് നോക്കുക, പറഞ്ഞുതരാം. The German who lost the war were cruelly treated by the victors. Her colonies were confiscated and distributed among the victors. വിക്ടേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കോളനീസുകളൊക്കെ കേട്ടോ. പിന്നെ പറയുന്നത്, അപ്പോൾ ഈ കോളനീസൊക്കെ ഷെയർ ചെയ്തല്ലോ, അപ്പോൾ അധിക കോളനീസുകളും ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു. കാരണം ബ്രിട്ടൻ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിക്ടറീസ് ആയിട്ടുള്ള റോള് വഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടനാണ് കൂടുതൽ കോളനീസിനെ കിട്ടിയിട്ടുള്ളത് ജർമ്മനീൻ്റെ. അപ്പോൾ ജർമ്മനി വാസ് കംപ്ലീറ്റ്ലി ഡിസാമഡ് ആയിരുന്നു. കാരണം ജർമ്മനിൻ്റെ 50% അറബിൾ ലാൻഡ് പറഞ്ഞാൽ
നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന അഗ്രികൾച്ചറൽ ലാൻഡാണ്. അത് എന്താ പറയുക നഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ 12% ഇൻഡസ്ട്രിയൽ ഏരിയയും നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി പറഞ്ഞുതരാം. എ മേജർ ഷെയർ ഓഫ് സച്ച് കോളനീസ് പുട്ട് അണ്ടർ ദ മാൻഡേറ്റ് ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരു മേജർ ഷെയർ തന്നെ. അപ്പോൾ ജർമ്മനി വാസ് കംപ്ലീറ്റ്ലി ഡിസാമഡ്. ജർമ്മനി ലോസ്റ്റ് 50% ഓഫ് ഹെർ അറബിൾ ലാൻഡ്. അറബിൾ ലാൻഡ് 50% പോയിട്ടുണ്ട്. ആൻഡ് 12% ഓഫ് ഹെർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും 12% പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ട്രീറ്റിലൂടെ നമ്മുടെ ജർമ്മനി ഭയങ്കരമായിട്ട് ഹ്യൂമിലിയേറ്റ് ആയിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഇവർക്ക് നമ്മുടെ വാർ കഴിഞ്ഞ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ഫോം ചെയ്യിക്കില്ലേ, അതിലൂടെ ഒന്നും ഇവർക്ക് ഉയർന്നെഴുന്നേൽക്കാൻ പറ്റുന്നില്ല ജർമ്മനിക്ക്. അങ്ങനെയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലർ നാസി പാർട്ടിയുമായിട്ട് വരുന്നത്. അങ്ങനെ ജർമ്മനിയിൽ ഡിക്റ്റേറ്റർഷിപ്പ് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അഡോൾഫ് ഹിറ്റ്ലർ. ഈ ഒരു കാരണത്തിന് എന്താണ് കാരണം, ജർമ്മനിയെ വീണ്ടും എന്താ പറയുക ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്തയുമായിട്ടാണ് നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലർ വരുന്നത്. അത് നാസി പാർട്ടിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഹിറ്റ്ലറിന് എല്ലാ യൂറോപ്യൻ കൺട്രീസുകളും എനിമിയായിരുന്നു. ഒരാളൊഴികെ മാത്രം. അതാരാണ്? ഇറ്റലിയാണ്. ഇറ്റലിയിലാണ് നമ്മുടെ മുസോളിനി ഉള്ളത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ അതേപോലെയുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പ് തന്നെയാണ് അന്ന് ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്, മുസോളിനിയുടെ ഫാസിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇറ്റലിയുമായിട്ട് ഒരു ഫ്രണ്ട്ലി കണക്ഷൻ ആയിരുന്നു. പിന്നെ മാത്രമല്ല ഇവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു, തമ്മിൽ സഹായിക്കും. നമ്മൾ മുമ്പ് അലീസിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതേപോലെയുള്ള ഒരു അലീസും ഇവർ തമ്മിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ദ മിസറി ഓഫ് ദി നേഷൻ വാസ് എക്സ്പ്ലോയിറ്റഡ് ബൈ ദ നാസി പാർട്ടി അണ്ടർ അഡോൾഫ് ഹിറ്റ്ലർ ആൻഡ് കൺട്രി പ്ലങ്ഡ് ഇൻ ടു എ ഡിക്റ്റേറ്റർഷിപ്പ്. ഹിറ്റ്ലർ വാസ് ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എനിമി. ആരോടൊക്കെ? യൂറോപ്യൻ പവേഴ്സിനോടൊക്കെ, എക്സെപ്റ്റ് ഇറ്റലി ഒഴികെ കേട്ടോ. വേറെ ഫാസിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ മുസോളിൻ്റെ കീഴിൽ ഒരു ഫാസിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പും അവിടെ അരങ്ങേറി വരുന്ന ഒരു സംഭവമായിരുന്നു അന്ന് ഇറ്റലി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റലിയുമായിട്ട് ഒരു ഫ്രണ്ട്ലി കണക്ഷൻ ആയിരുന്നു കേട്ടോ. പിന്നീട് ദേ ഫോംഡ് ആൻ അലിയൻസ് കോൾഡ് ദ റോം ബെർലിൻ ആക്സിസ്. അപ്പോൾ ഇറ്റലിയും ജർമ്മനിയും കൂടിയിട്ട് ഒരു അലീസ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അലീസ് എന്താന്ന്, അതായത് പരസ്പര കൺട്രീസുകൾ തമ്മിൽ ഒന്നിച്ചു ചേരുക. അതായത് യുദ്ധമൊക്കെ വരുമ്പോൾ അവരെ സഹായിക്കും, ഈ കൺട്രി മറ്റേ കൺട്രീനെ സഹായിക്കും, അങ്ങനെയുള്ള ഒരു കരാറിലെത്തുക. അങ്ങനെ ഇവർ രണ്ടുപേരും അലീസിൽ ചേരുകയാണ്. അതാണ് റോം ബെർലിൻ ആക്സിസ് എന്ന് പറയുന്നത് കേട്ടോ, മറക്കരുത്. ദേ ഫോംഡ് ആൻ അലിയൻസ് കോൾഡ് ദ റോം ബെർലിൻ ആക്സിസ്. ആരൊക്കെയാണ് ആ റോം ബെർലിൻ ആക്സിസിലുള്ളത്? ജർമ്മനിയും അതുപോലെ ഇറ്റലിയും. ഓക്കെ. പിന്നെ പറയുന്നത്, പിന്നെ അതിന് ശേഷം ഇവർ റോം ബെർലിൻ ആക്സിനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ജപ്പാനും കൂടി അവരുടെ കൂട്ടത്തിലേക്ക് വരികയാണ്. അതിനുശേഷം ഇവരുടെ അലിയൻസ് ഒന്നും കൂടി പുതുക്കിയിട്ട് അവർ റോം ബെർലിൻ ടോക്കിയോ ആക്സിസ് എന്ന് പേരിടാണ് കേട്ടോ. അപ്പോൾ ആദ്യം റോം ബെർലിൻ ആക്സിസ് എന്നായിരുന്നു, പിന്നീട് ജപ്പാനും കൂടി വരികയാണ്. അപ്പോൾ റോം ബെർലിൻ ടോക്കിയോ ആക്സിസ്. അപ്പോൾ റോം ബെർലിൻ ടോക്കിയോ ആക്സിസിൽ ഏതൊക്കെയാണ് കൺട്രീസുകൾ? ജർമ്മനി, ഇറ്റലി, അതുപോലെ ജപ്പാൻ കേട്ടോ, മറക്കരുത് അത്. അപ്പോൾ ഈ 3 കൺട്രികളുടെയും ഈ ഒരു റോം ബെർലിൻ ടോക്കിയോ ആക്സിസ് ആണ് പിന്നീട് നമ്മുടെ ഗ്രേറ്റ് വാർ, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് കാരണമാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള പാരഗ്രാഫിലൊക്കെ വിവരിക്കുന്ന കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ഇവരൊരു വാറിനൊക്കെ ശേഷം ഇവരൊരു ലീഗ് ഓഫ് നേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കിടയിലും സമാധാനം മെയിൻറ്റെയിൻ ചെയ്യുക, പീസ് ആൻഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു ലീഗ് ഓഫ് നേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. പക്ഷേ അത് അത്രയ്ക്ക് മുമ്പോട്ട് പോയിട്ടില്ല. കാരണം വലിയ കൺട്രീസുകൾ പറയുമ്പോൾ അവർ തമ്മിൽ ഞാൻ പറയുന്നത് കേൾക്കണം അങ്ങനെയുള്ള ഒരു ധാരണയിലെത്തുമ്പോൾ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതത്ര എന്താ പറയുക ഫലപ്രാപ്തിയിലെത്തുന്നില്ല. ഓക്കെ. പിന്നെ നമ്മുടെ ജർമ്മനിയൊക്കെ ഈ ഒരു ലീഗ് ഓഫ് നേഷനെ കണ്ടിരുന്നത് ഈ ജയിച്ച കൺട്രീസുകളുടെ ഒരു അസംബ്ലിയാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നമ്മുടെ ജർമ്മനിയൊക്കെ കണ്ടിരുന്ന കേട്ടോ. അപ്പോൾ നോക്കുക, ദ ലീഗ് ഓഫ് നേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ എയിം ഓഫ് മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി. പീസും സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീഗ് ഓഫ് നേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇറ്റ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് ഇറ്റ് സെൽഫ് ആസ് ആൻ ഇൻ്റർനാഷണൽ സെൻറ്റർ ഓഫ് കമാൻഡ് ബിക്കോസ് ദ ബിഗ് പവേഴ്സ് വെർ നെവർ റെഡി ടു കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ ഓൺ വേരിയസ് ഇഷ്യൂസ്.
ബിഗ് പവേഴ്സുകളൊക്കെ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് അത് അത്രക്ക് ഫലപ്രാപ്തി ആയിട്ടിരുന്നില്ല. പിന്നെ ജർമ്മനി ലുക്ക് അറ്റ് ദ ലീഗ് ആസ് ആൻ അസംബ്ലി ഓഫ് ദ വിക്ടോറിയസ് നേഷൻ. ജയിച്ച നേഷൻസുകളുടെ ഒരു അസംബ്ലി ആയിട്ടാണ് ജർമ്മനി ആ ഒരു ലീഗ് ഓഫ് നേഷനെ കണ്ടിരുന്നതെന്ന്. പിന്നെ ഈ ലീഗ് ഓഫ് നേഷൻ ഒരു ഇത് പ്രഖ്യാപിക്കുകയാണ്, അതായത് ഇനി മുതൽ ആരും ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഡിസാർമമെൻറ്റ് എന്ന് പറയുന്നത് അതാണ്. അത് അങ്ങനെ ഇനി ആയുധം വേണ്ട. ഇപ്പോൾ ഒരു ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് അതിൻ്റെ ഭീകരതയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ജർമ്മനി ഇങ്ങനെ ഉയർന്നു വരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ പേടി, ഇനി ഒരു എന്താ പറയുക വാർ ഉണ്ടാവുമോ എന്നുള്ള പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ലീഗ് ഓഫ് നേഷൻ പറയാണ് ഇനി ആരും ആയുധം ഉപയോഗിക്കരുത്, എക്സ്പെഷ്യലി ജർമ്മനി എന്ന് പറയാണ്. അപ്പോൾ നോക്കുക, ദ മേക്കേഴ്സ് ഓഫ് ദ വേഴ്സൈൽസ് ട്രീറ്റി സ്റ്റുഡ് സ്ട്രോങ്ലി ഫോർ ദ ഡിസാർമമെൻറ്റ് ഓഫ് ജർമ്മനി. ഡിസാർമമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ആയുധം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് നമ്മുടെ ഈ ഒരു കോൺഫറൻസ്, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസാർമമെൻറ്റ് കോൺഫറൻസ് നമ്മുടെ ലീഗ് കൺവീൻ ചെയ്യാണ്. അതിൽ നമ്മുടെ ഫ്രാൻസും ബ്രിട്ടനൊക്കെ ആ ഒരു കാര്യത്തിനോട് റെഫ്യൂസ് ചെയ്യാണ്. കാരണം അത് നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസും ബ്രിട്ടനൊക്കെ അതിനോട് എതിർപ്പ് കാണിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ 1930s ഒക്കെ ആയപ്പോൾ നമ്മുടെ ആക്സിസ് പവേഴ്സുകൾ പ്രോസസ് ഓഫ് ആർമമെൻറ്റ്, അതായത് ആയുധമൊക്കെ ഉപയോഗിച്ച് യുദ്ധത്തിന് ഇറങ്ങുകയാണ്. ആരാണ് ആക്സിസ് പവേഴ്സുകൾ? ജർമ്മനി, ജപ്പാൻ ആൻഡ് ഇറ്റലി. ഇവർ 3 പേരും യുദ്ധത്തിന് റെഡി ആയിട്ട് അവരുടെ രാഷ്ട്രം തിരിച്ചു പിടിക്കുക, അവരുടെ കോളനീസുകളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലീഗിന്, നമ്മുടെ ലീഗ് ഓഫ് നേഷൻ ഉണ്ടല്ലോ, അതിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഇവരുടെ അടുത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നോക്കുക, ദ ലീഗ് കുഡ് ഡു നത്തിങ് എഗെയിൻസ്റ്റ് ദിസ്. പിന്നെ പറയുന്നത് ചില എന്താ പറയുക, ഈ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുള്ള വേറൊരു കാരണമാണ് ഇമ്പീരിയാലിസം. അതായത് ഈ നമ്മുടെ ഈ കൺട്രീസുകളുണ്ടല്ലോ, വിക്ടറി ആയിട്ടുള്ള കൺട്രീസുകൾ, ഇംഗ്ലണ്ട്, അമേരിക്ക, ഇവർക്കൊക്കെ ഇമ്പീരിയാലിസം നടത്താം, മറ്റുള്ള കോളനീസുകളൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ജർമ്മനിക്ക് ഇമ്പീരിയാലിസം ചെയ്യാൻ പാടില്ല എന്ന് അവരുടെ ഒരു ട്രീറ്റി ഓഫ് വേഴ്സൈൽസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇവരെ ഒരു വാറിലേക്ക് നയിപ്പിക്കുകയാണ്, നമ്മുടെ ജർമ്മനിയൊക്കെ കേട്ടോ. അപ്പോൾ നോക്കുക, ദ ഇമ്പീരിയലിസ്റ്റ് അംബിഷൻ ഓഫ് ദ ബിഗ് പവേഴ്സ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ഫോർ ദ വാർ. By the Treaty of Versailles, the lead powers defended their imperialist interest. അതായത് അവർക്ക് ഇമ്പീരിയലിസം ചെയ്യാം വിക്ടറി ആയിട്ടുള്ള ആളുകൾക്ക്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ദേ ഹിറ്റ് ഹാർഡ് ദ ഇമ്പീരിയലിസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ജർമ്മനി. ജർമ്മനീൻ്റെ ഇമ്പീരിയലിസ്റ്റ് ഇൻട്രസ്റ്റിനെ അവർ ഭയങ്കരമായിട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോകത്തിലെ തന്നെ ഒരുപാട് റീജിയൻസുകൾ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ കീഴിലായിരുന്നു. അതുമാത്രമല്ല നമ്മുടെ ജർമ്മനിയിലും ഇറ്റലിയിലൊക്കെ ഒരുപാട് ഷോർട്ടേജ്, അതായത് റോ മെറ്റീരിയൽസ് ആവട്ടെ, പ്രൊഡക്ട്സുകളാവട്ടെ, അതിൻ്റെയൊക്കെ ഷോർട്ടേജുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് കോളനീസുകളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇറ്റലി ഫേസ്ഡ് അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് കോൾ. ഇറ്റലിയിൽ കോളിൻ്റെ ഷോർട്ടേജ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ജപ്പാനിലാണെങ്കിൽ ഓയിലില്ല, ജപ്പാൻ ഹാഡ് നോ ഓയിൽ. ജർമ്മനി കുഡ് നോട്ട് ഫീഡ് ഹെർ ഇൻഡസ്ട്രീസിന് കിട്ടേണ്ട റോ മെറ്റീരിയൽസ് ഒന്നും ജർമ്മനിക്ക് കിട്ടുന്നില്ല, കാരണം അവർക്ക് കോളനീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. സോ ദ ആക്സിസ് ഫോളോവേഡ് എ സീരീസ് ഓഫ് അഗ്രഷൻസ് ആൻഡ് കോൺക്വസ്റ്റ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദ ബിഗിനിങ് ഓഫ് ദ വാർ. അപ്പോൾ ഈ ഒരു കാരണം, അതായത് മറ്റുള്ള കൺട്രീസുകൾക്കൊക്കെ വേൾഡിലെ, നമ്മുടെ ലോകത്തിൽ തന്നെ ഭൂരിഭാഗം നേഷൻസുകളും റീജിയൻസുകളൊക്കെ അവരുടെ കീഴിൽ കോളനീസുകളായിട്ട് അവർക്കുണ്ട്. പക്ഷേ ജർമ്മനിയോ ഇറ്റലിയോ ജപ്പാനോ അവർക്ക് വേണ്ട സാധനങ്ങളോ റോ മെറ്റീരിയൽസോ ഒന്നും തന്നെ അവർക്കില്ല. ഓയിലിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി ജപ്പാനിന്, കോളിൻ്റെ ഷോർട്ടേജ് ഇറ്റലിക്ക് ഉണ്ടായി. അതുപോലെ ജർമ്മനിക്കാണെങ്കിൽ ഇൻഡസ്ട്രീസുകൾ ഫീഡ് ചെയ്യാൻ റോ മെറ്റീരിയൽസ് ഒന്നും ഇല്ല. അപ്പോൾ ഈ ഒരു കാരണവും അവരെ, പിന്നെ അതുമാത്രമല്ല ഇവർ ഇമ്പീരിയലിസ്റ്റ് എല്ലാവർക്കും ചെയ്യാം, ബ്രിട്ടനും ഫ്രാൻസിനും അവർക്കൊക്കെ ചെയ്യാം, പക്ഷേ ജർമ്മനി ചെയ്യാൻ പാടില്ല എന്നുള്ള കാരണവും ഇവരെ വാറിലേക്ക് നയിച്ചു എന്നുള്ള കേട്ടോ. പിന്നെ ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. അതിൽ പറയുന്നത് ഇവർ വാറിന് വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായി കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു. പിന്നെ ഇവർ വാറിന് തുടങ്ങുകയാണ്. അങ്ങനെ ഓരോരോ രാഷ്ട്രങ്ങൾ, കോളനികളൊക്കെ ഇവർ പിടിച്ചടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇംഗ്ലണ്ടും ഫ്രാൻസൊക്കെ ആദ്യം ഒരു പോളിസിയിലൂടെ ആയിരുന്നു പോയിരുന്നത്. അതായത് ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നെ ഇനി യുദ്ധമൊന്നും വേണ്ട, ഇനി എന്താ പറയുക,
മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട, സ്വന്തം കാര്യം നോക്കി പോവുക എന്നുള്ളൊരു പോളിസിയാണ്. അതായത് പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് എന്നുള്ളതാട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ബ്രിട്ടനിലുള്ള പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നെവിലെ ചാമ്പർലൈൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ഇവരിങ്ങനെ പോരാടി വരികയാണ്. നമ്മുടെ 2 രാഷ്ട്രങ്ങളുണ്ടല്ലോ, 3 ആക്സസുകൾ, ജപ്പാന്, ഇറ്റലി, അതുപോലെ ജർമ്മനി. അപ്പോൾ ഇറ്റലി ആദ്യം പോയിട്ട് എത്തിയോപ്യ പിടിച്ചടക്കുകയാണ്. പക്ഷേ ഇവർ ഒരു ആക്ഷനും എടുക്കുന്നില്ല. ആരാണ് ഇവരെന്ന് പറയുന്നത്? നമ്മുടെ ബ്രിട്ടനും ഫ്രാൻസൊന്നും അത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവർ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റിലാണ്. അവരങ്ങനെ ഒന്നും എന്താ പറയുക, വേറൊരു ഇതിൽ പോകാൻ നിൽക്കുന്നില്ല അവർ. അതുകൊണ്ട് തന്നെ അവരതൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇറ്റലി ഏതാണ് പിടിച്ചെടുത്തത്? എത്തിയോപ്യ പിടിച്ചെടുക്കുക കേട്ടോ. ഫസ്റ്റ് ഇൻവാൻഷൻ ചെയ്യാണ്. പിന്നെ ജർമ്മനി ഓസ്ട്രിയ മുഴുവനായിട്ടും പിടിച്ചെടുക്കുകയാണ്. ഇറ്റലി എത്തിയോപ്യ പിടിച്ചെടുത്തു, ജർമ്മനി ഓസ്ട്രിയ പിടിച്ചെടുത്തു. പിന്നെ ഇവർ ചെക്കസ്ലോവാക്യ, അതായത് ജർമ്മനി ചെക്കസ്ലോവാക്യയുടെ കുറച്ച് പോർഷൻസുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ആദ്യം ചെക്കസ്ലോവാക്യയുടെ വെസ്റ്റേൺ പാർട്ടായിട്ടുള്ള സുഡറ്റൻലാൻഡ് പിടിച്ചെടുക്കുകയാണ്. പിന്നീട് ചെക്കസ്ലോവാക്യ പൂർണ്ണമായിട്ടും ജർമ്മനി പിടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യം ഇറ്റലി എത്തിയോപ്യ പിടിച്ചടക്കി, ഇവരാരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ജർമ്മനി ഓസ്ട്രിയ മുഴുവനായിട്ടും പിടിച്ചടക്കി. പിന്നീട് ജർമ്മനി ചെക്കസ്ലോവാക്യ ആക്രമിക്കുകയാണ്. അപ്പോൾ ആദ്യം ചെക്കസ്ലോവാക്യയുടെ വെസ്റ്റേൺ പാർട്ട് ആയിട്ടുള്ള സുഡറ്റൻലാൻഡ് പിടിച്ചെടുക്കുകയാണ്. പിന്നീട് ചെക്കസ്ലോവാക്യ പൂർണ്ണമായിട്ടും നമ്മുടെ ജർമ്മൻ്റെ കീഴിലായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇവരൊക്കെ ഒരു പോളിസിയിലായിരുന്നല്ലോ, പോളിസി ഓഫ് അപ്പീസ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അവർ ഇതൊക്കെ വിട്ടിട്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ്. അതായത് ദ ഒക്കുപ്പേഷൻ ഓഫ് ചെക്കസ്ലോവാക്യ ബൈ ഹിറ്റ്ലർ ഫോഴ്സഡ് ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ ടു അബാൻഡൻ ദ അപ്പീസ്മെൻറ്റ് പോളിസി. ആ ഒരു ചെക്കസ്ലോവാക്യയും കൂടി പിടിച്ചടക്കിയപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇനി ഇങ്ങനെ നിന്നാൽ പറ്റില്ല, ഇനി എന്തായാലും ഈ പോളിസിയൊക്കെ വിട്ടിട്ട് വാറിലോട്ട് വരണം എന്നുള്ള ഒരു തീരുമാനം അവരെടുക്കുകയാണ്. ഇംഗ്ലണ്ടും ബ്രിട്ടനും കേട്ടോ. അങ്ങനെ പിന്നീട് ജർമ്മനി ഇങ്ങനെ ഓരോ കൺട്രീസുകൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ജർമ്മനിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പോളണ്ട് ആയിരുന്നു കേട്ടോ. ജർമ്മനീസ് നെക്സ്റ്റ് ടാർഗറ്റ് വാസ് പോളണ്ട്. അങ്ങനെ ജർമ്മനി പോളണ്ടുമായിട്ട് വാർ പ്രഖ്യാപിക്കുകയാണ്. ആ ഒരു സമയം നമ്മുടെ അപ്പീസ്മെൻറ്റ് പോളിസിയിൽ നിന്നിരുന്ന 2 ആളുകളുണ്ടല്ലോ, ബ്രിട്ടനും ഫ്രാൻസും, അവർ ഈ പോളിസിയൊക്കെ വിട്ടിട്ട് പോളണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. ആൻഡ് ഇവർ ഫ്രാൻസും ബ്രിട്ടനും കൂടി ജർമ്മനിയുമായിട്ട് വാർ പ്രഖ്യാപിക്കുകയാണ് പോളണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ജർമ്മനി പോളണ്ടിന് നെക്സ്റ്റ് ടാർഗറ്റായിട്ട് വാർ ചെയ്യാൻ വേണ്ടി വരികയാണ്. ആ സമയം ഇംഗ്ലണ്ടും ഫ്രാൻസും പോളണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു വാർ ജർമ്മനിയുമായിട്ട് ഡിക്ലെയർ ചെയ്യാണ് കേട്ടോ. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുകയാണ്. പിന്നീട് ജർമ്മനിയും ജർമ്മനിയുടെ അലീസ്, ആരൊക്കെയാണ് അലീസ്? ജപ്പാനും ഇറ്റലിയും. ഇവർ 3 പേരും കൂടിയിട്ട് ഓരോരോ ടെറിട്ടറീസുകൾ കോൺക്വർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പോളണ്ട് കോൺക്വർ ചെയ്തു, ഹോളണ്ട് കോൺക്വർ ചെയ്തു, ബെൽജിയം കോൺക്വർ ചെയ്തു. പിന്നെ നെക്സ്റ്റ് ആരായിരുന്നു അവരുടെ ടാർഗറ്റ്? ഫ്രാൻസ് ആയിരുന്നു. ഇനി ഫ്രാൻസിൻ്റെ നേരെയായിരുന്നു അവർ പോകാൻ വിചാരിച്ചത്. അങ്ങനെ പാരീസ് ഫെൽ ഇൻ 1940. പാരീസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഫ്രാൻസും അവരുടെ കീഴിലാക്കപ്പെട്ടു. ആരുടെ? ജർമ്മനിയുടെ കേട്ടോ. അപ്പോൾ ജർമ്മനി പോളണ്ട്, ഹോളണ്ട്, ബെൽജിയം, പിന്നെ ഫ്രാൻസ് ഒക്കെ കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഇറ്റലിയും ജർമ്മനിയുടെ കൂടെ ഇങ്ങനെ ചേരുകയാണ്. കാരണം എന്താ? ജർമ്മനിയുടെ കൂടെ ചേരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പോൾ യുദ്ധത്തിൽ ജയിച്ചാൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇറ്റലിയും ജർമ്മനീൻ്റെ കൂടെ കൂടുകയാണ്. ഓൾറെഡി അവരുടെ അലീസിലുണ്ട്, ബട്ട് ഇങ്ങനെ കോൺക്വർ ചെയ്യുന്നതിലും ഇവർ കൂടുകയാണ്. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ ഫ്രാൻസൊക്കെ പിടിച്ചടക്കിയില്ലേ, ഇനി നെക്സ്റ്റ് ആരാണുള്ളത്? ഇംഗ്ലണ്ടാണുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് ഓഫ് ഹിറ്റ്ലർ വാസ് ഇംഗ്ലണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും സൂപ്പർ പവറായിട്ട് നിൽക്കുന്നത് ഇംഗ്ലണ്ടാണ്. അതുകൊണ്ട് ഇംഗ്ലണ്ടിനെ അറ്റാക്ക് ചെയ്യുക, ഇൻവാഡ് ചെയ്യുക എന്നുള്ളത് അത്രക്ക് ഈസിയുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹിറ്റ്ലർ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കിയിരുന്നു. ഹിറ്റ്ലർ പ്രിപ്പയർഡ് എ പ്ലാൻ ടു ഇൻവാഡ് ബ്രിട്ടൻ. അതായത് ഇങ്ങനെ ഓപ്പറേഷൻ സീ ലയൺ. പിന്നീട് ബ്രിട്ടനും അതുപോലെ ജർമ്മനിയും കൂടിയിട്ടൊരു ബാറ്റിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ ബാറ്റിലിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്നത് കേട്ടോ. ഇൻ ദിസ് ബാറ്റിൽ ഹിറ്റ്ലർ കുഡ് നോട്ട് സബ്ഡ്യൂ ബ്രിട്ടൻ ആൻഡ് സോ ഹി ക്യാൻസൽഡ് സീ ലയൺ പ്രോജക്റ്റ്. അപ്പോൾ ഈ ഒരു സീ ലയൺ അദ്ദേഹം ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി, അതാണ് ഓപ്പറേഷൻ സീ ലയൺ. അതിലൂടെ നടന്ന ഒരു ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. പക്ഷേ അതിലൂടെ ഒന്നും ബ്രിട്ടനെ കോൺക്വർ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതുകൊണ്ട് അദ്ദേഹം ആ പ്ലാൻസുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടോ. സീ ലയൺ പ്രൊജക്റ്റൊക്കെ
അപ്പോൾ അത് നമ്മുടെ അലീസ്, അതായത് നമ്മുടെ ഇംഗ്ലണ്ട്, ഫ്രാൻസ് അവർക്കൊക്കെ ഒന്നും കൂടി ഒരു സ്ട്രെങ്ത് കൊടുക്കുകയാണ്, ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. പിന്നീട് ഹിറ്റ്ലർ പോയിട്ട് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുകയാണ്, അതായത് റഷ്യയിൽ പോയിട്ട്. പക്ഷേ റഷ്യ നമ്മുടെ ഹിറ്റ്ലറിനെ ഭയങ്കരമായിട്ട് ഡിഫീറ്റ് ആക്കുകയാണ് കേട്ടോ. പിന്നെ ദ സഡൻ അറ്റാക്ക് ഓൺ ദ പേൾ ഹാർബർ ദ US നേവൽ ബൈ ദ ഹവായ് ഐലൻഡ് ബൈ ജപ്പാൻ. അതായത് പിന്നീട് നമ്മുടെ അമേരിക്കയും കൂടി ഈ ഒരു വാറിലോട്ട് കൊണ്ടുവരികയാണ്. ഇതുവരെ അമേരിക്ക ആരോടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ബ്രിട്ടനും അതുപോലെ ജർമ്മനിയും ഇറ്റലിയും ഈ ഒരു ജപ്പാനും ഇവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്, ഫ്രാൻസൊക്കെ കൂടിയിട്ട്. അമേരിക്ക ഇതിലോട്ട് വന്നിട്ടേ ഇല്ല. പിന്നീട് ഇവർ പോയിട്ട്, അതായത് നമ്മുടെ ജപ്പാന് പോയിട്ട് അമേരിക്കയുടെ പേൾ ഹാർബർ ഉണ്ട്, അത് പോയിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ഓക്കെ, എന്താണ് ദ സഡൻ അറ്റാക്ക് ഓൺ ദ പേൾ ഹാർബർ ദ US നാവൽ ബേസ് ഇൻ ദ ഹവായ് ഐലൻഡ് ബൈ ജപ്പാൻ. അങ്ങനെ പിന്നീട് അമേരിക്കയും കൂടിയിട്ട് ഈ ഒരു ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഇവരുടെ 3 പേരുടെയും നേർക്ക് വരികയാണ്. അപ്പോൾ ഇപ്പോൾ ഇവരുടെ 3 പേരുടെയും നേരെ ആരൊക്കെയുണ്ട്? ഫ്രാൻസ് ഉണ്ട്, റഷ്യ ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, അതുപോലെ അമേരിക്കയും കൂടി കൂടാണ്. അപ്പോൾ അമേരിക്ക കൂടുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആവും, കാരണം ഒരുപാട് അറ്റോമിക് വെപ്പൺസ് ഒക്കെ ഉള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അപ്പോൾ നോക്കാം, ഈ 1941 ഫോഴ്സഡ് അമേരിക്ക ടു എൻറ്റർ ഇൻ ടു ദ വാർ ഓൺ ദ സൈഡ് ഓഫ് ദി അലീസ്. അലീസിൻ്റെ സൈഡിൽ നിന്നിട്ട് വാർ ചെയ്യാൻ വേണ്ടി ഇവർ ഫോഴ്സ് ചെയ്ത്, വെറുതെ കാര്യമൊന്നുമില്ലായിരുന്നു, അമേരിക്കൻ്റെ ഹാർബർ വെറുതെ പോയിട്ട് പൊളിച്ചതാണ്, അവർ അറ്റാക്ക് ചെയ്തതാണ്. അങ്ങനെ ദിസ് ഇൻസിഡൻറ്റ് ടേൺ ദ ടൈഡ് ഓഫ് ദ വാർ. അപ്പോൾ അമേരിക്ക വന്നപ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയി വാറൊക്കെ. ഇറ്റലി സറണ്ടേഡ്. അമേരിക്ക കൂടിയെന്ന് കണ്ടപ്പോൾ ഇറ്റലി എന്ത് ചെയ്തു? പെട്ടെന്ന് സറണ്ടർ ചെയ്തു. അതുപോലെ ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർ എന്ത് ചെയ്തു? സൂയിസൈഡ് ചെയ്തു. അപ്പോൾ ഇറ്റലിയും അടങ്ങി, അതുപോലെ ജർമ്മനിയും അടങ്ങി. ഇനി ബാക്കിയുള്ളത് ആരാണ്? ജപ്പാനാണ്. അപ്പോൾ ജപ്പാൻ കണ്ടിന്യൂഡ് ഇൻ ദ വാർ. ജപ്പാൻ ഒറ്റക്ക് നിന്ന് വാർ ചെയ്യുകയാണ് ഈ 4 അലീസിനോട് കൂടിയിട്ട്. ആരൊക്കെ? അമേരിക്ക, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അതുപോലെ റഷ്യ ഇവരോട് കൂടിയിട്ട് ജപ്പാൻ ഒറ്റക്ക് കണ്ടിന്യൂസ് വാറിൽ ഏർപ്പെടുകയാണ്. മറ്റ് ജർമ്മനിയും അതുപോലെ ഇറ്റലിയൊക്കെ സറണ്ടറായി. ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്തു. പക്ഷേ ജപ്പാൻ അടങ്ങുന്നില്ല. അപ്പോൾ ജപ്പാനോട് ചോദിച്ചു, നിങ്ങൾ സറണ്ടർ ആകുമോ? വെൻ ജപ്പാൻ റിജക്റ്റഡ് ദ കോൾ ഫോർ സറണ്ടർ, ജപ്പാൻ അത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ എറ്റിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ഹിറോഷിമ, നാഗസാക്കി എന്ന് പറയുന്ന ആ ഒരു ഡിസാസ്റ്റർ സ്ഥലത്തുണ്ടായ അറ്റോമിക് ബോംബ് കൊണ്ടുപോയിട്ട് അമേരിക്ക അവിടെ കൊണ്ടുപോയിട്ട് ഇടുകയാണ്. അതായത് ജപ്പാൻ കീഴടങ്ങുന്നില്ല. അപ്പോൾ അമേരിക്ക ഈ 2 ബോംബുകൾ, ആറ്റം ബോംബ്സുകൾ, ഒന്ന് നാഗസാക്കിയിലും ഒന്ന് ഹിറോഷിമയിലും കൊണ്ടുപോയിട്ട് ഇടുകയാണ്. അതോടുകൂടിയിട്ട് ജപ്പാന് ആ ഒരു ഹിറോഷിമ, നാഗസാക്കി എന്നുള്ള ആ പ്ലേസ് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്തിട്ട് ആ ഒരു പ്ലേസിൻ്റെ പേര് മാത്രം എക്സിസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. മുഴുവൻ ആളുകളും മരിക്കുക, ഒരുപാട് ആളുകൾ എന്താ പറയുക ഡിസേബിൾഡായി. നമ്മുടെ സിഗ്നേച്ചറിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സംഭവം കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് എല്ലാം അവസാനിച്ചു. സെക്കൻഡ് വേൾഡ് വാറും അവസാനിച്ചു. ജപ്പാനൊക്കെ കീഴടങ്ങി. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് വേൾഡ് വാർ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളൊരു ഹിസ്റ്ററി, ചരിത്രം, ഒരു കഥ അങ്ങനെ പഠിക്കുന്നത് പോലെ പഠിച്ചു വെച്ചാൽ മതി. സിമ്പിളാണ്. എന്താ പറയുക, ഒരു പ്രാവശ്യം കേട്ടാൽ മതി. അപ്പോൾ തന്നെ പിന്നീട് നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റും. അല്ലാതെ ടെക്സ്റ്റിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സുകളൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക ആൻഡ് കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. Thank you.